ഇനിയുണ്ടല്ലോ ഇതിനുണ്ടോ ഇങ്ങനെ ഓട്ടോട്ട വരുന്നു പ്രാണി കുത്തിയിട്ട് എന്തോ ഇരിഞ്ഞ ഒരു പാടും. ഇതിനെന്നാ ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടൊന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് പഞ്ചായത്ത് വരെ പോയിട്ട് വന്നു കേട്ടോ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഷുഗറെല്ലാം നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കലുണ്ട്. ഡോക്ടർ പറയുന്നതിനേക്കാളും നമ്മുടെ സമാധാനത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ടല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവും. പിന്നെ ഏതായാലും ഫാസ്റ്റിങ് നോക്കിയിട്ട് വന്നു. ഇനി ഫുഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പോകണം. ഡോക്ടറെ അടുത്ത് നാളെ കാണിക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം പോയിട്ട് 2 പ്രാവശ്യം ചെക്ക് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം ഫാസ്റ്റിങ് മാത്രമേ നോക്കല്ലോ കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് നടക്കാം. അമ്മേന്റെ കുഞ്ഞാവ് ഇന്ന് വേഗം എണീറ്റ് വന്നിനി. ശിങ്കാടി ഒക്കെ മതിയായിനാ. വാ അമ്മയത്ത് വാ. ഇന്നലെ 8:30 കിടന്നുറങ്ങി ഇനി കുഞ്ഞിപ്പേനെ. അമ്മ ചിന്നല്ല ഒക്കെ മതിയായിനട സുന്ദരി. അമ്മേന്റെ ഉടുപ്പ് ഇഷ്ടായിനാ? ഇഷ്ടായിനാ? ചേച്ചി കുഞ്ഞാവി ഉണ്ടാവുമ്പം അമ്മ മേച്ചതാണിത്. ഒറ്റക്ക് മുഖം കഴുകിനാ? എന്റെ അപ്പോ വില്ല മോളെ. അതെടാ വില്ല കുട്ടിയായില്ല എന്റെ മാവാ. അതെ എല്ലാം അച്ഛയാ ചെയ്തല്ലേ നല്ല മേലുന്ന്. ഇപ്പൊ മോക്ക് ഒറ്റക്ക് തന്നെ എത്തലായല്ലേ പൊന്നെ. പേശിരുന്നില്ലേ? ബസ് തരുന്നില്ല. അതെയാ കളിപ്പിച്ച. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. അമ്മക്കും അച്ഛനും ഇന്നൊരു ഫംഗ്ഷന് പോകാനുണ്ടേ. അപ്പൊ അമ്മ രാവിലെ ചടപടാ ദോശ ഇടുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ദോശ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ. അപ്പൊ അമ്മക്ക് ഇസ്തിരി ഇടാനും റെഡി ആവാനും എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് ദോശ ഇട്ട് വെക്കാം. അപ്പോഴേക്കും നിച്ചുട്ടി വേഗം എണീക്കുകയും ചെയ്തു. സാധാരണ നിച്ചു 10 മണി 10:30 ആവും ഉറങ്ങാൻ. ഇന്നലെ വേഗം ഉറങ്ങീന്. ഉച്ചക്ക് അംഗനവാടിന്ന് ഉറങ്ങൂലേ. അതുകൊണ്ട് ഇന്നലെ ഒരു 8:30 9 മണി ആകുമ്പോ തന്നെ ഉറങ്ങീന്. അതുകൊണ്ട് നല്ലോണം ഉറക്കം തെളിഞ്ഞല്ല. അതുകൊണ്ട് വേഗം എണീച്ചിട്ടുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. നിച്ചുട്ടിക്ക് അംഗനവാടി പോകണം. നിച്ചുട്ടിനെ റെഡി ആക്കണം. അതായത് നമുക്ക് ദോശ ചുട്ട് വെച്ചിട്ട് റെഡിയാക്കാം. ചിലവരൊന്നും ഈ ദോശ തിരിച്ചിടൂലേ, പക്ഷെ എനിക്കത് ശീലമാണ് കേട്ടോ. എന്റെ വീട്ടിൽ അമ്മയെല്ലാം തിരിച്ചിട്ടിട്ട് ഞാൻ ഏത് ദോശയാണെങ്കിലും തലേന്ന് അരച്ച് വെച്ച മാവാന്നേ, രാവിലെ അരച്ച് വെച്ചായാലും എല്ലാം തിരിച്ചിട്ടിട്ടേ എടുക്കുള്ളൂ. ചിലവർ തിരിച്ചിടാണ്ട് തന്നെ എന്തായാലും വെന്തിട്ടുണ്ടാവും, എന്നാലും ഒരു സമാധാനത്തിൽ ഒന്നങ്ങനെ തിരിച്ചിടുന്നതാണ്. നിച്ചോട്ടിനെ ഏട്ടൻ കുളിപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ മോക്ക് വേഗം കൊടുക്കാമല്ലോ. അപ്പോൾ ദോശയും ചെറുപയർ കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഏതായാലും കഴിക്കട്ടെ. അമ്മ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. റെഡിയായി അമ്മ? നല്ല സാരിയല്ല? നല്ലുണ്ട് കോമ്പിനേഷൻ. എവർഗ്രീൻ കോമ്പിനേഷനാണ്. അമ്മേന്റെ ബ്ലൗസ് സെയിം അതിന്. എന്റെ പഴയ സാരിയാന്നേ, പക്ഷെ അമ്മക്ക് ബ്ലൗസ് കറക്റ്റ് മാച്ച് അതിന്. കൊറേ കൊല്ലം മുമ്പേ ഞാൻ എന്റെ ഒരു കസിന്റെ കല്യാണത്തിന് എടുത്തയാന്ന്. ഡ്രസ് ഉണ്ട് അത് കാണാൻ. കോമ്പിനേഷൻ നല്ലുണ്ട്. ഇതെന്താന്ന് കുമ്പിയും കാണിച്ചിരിക്കുന്നത്? താക്കടി. അമ്മമ്മ അച്ഛനും റെഡി ആയിട്ട് ഇറങ്ങി. എനിക്ക് ഈ സാരി ഭയങ്കര ഫേവറേറ്റ് ആണ്. എന്താ അറിയാ, നമ്മള് ഏതെങ്കിലും ഒരു കളർ വേണമെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചു പോയിട്ട് എടുക്കുമ്പോ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ ഇവിടുന്ന് പോകുമ്പേ ഓർമ്മയുണ്ട് അമ്മക്ക് പറഞ്ഞിനി മഞ്ഞയും റോസും കോമ്പിനേഷൻ വേണമെന്ന് പോയി. നമ്മൾ ഇത് ഇടുന്ന എടുത്ത അമ്മേ കല്യാൺ സിൽക്സ്. ലുലു ഇല്ല, അന്നേരം ലുലു നമ്മള് പോക്കില്ല. കല്യാൺ സിൽക്സ് ആണോ ഒന്ന്? കല്യാൺ സിൽക്സ്. അമ്മക്കും ഒരു മഞ്ഞയും ഗ്രീനും മഞ്ഞയും പച്ചയും കോമ്പിനേഷൻ എടുത്തു. എനിക്കിത് എന്റെ ഒരു കസിൻ ബ്രദറിന്റെ കല്യാണം, നമ്മളെ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പാട്. അപ്പൊ മഞ്ഞയും റോസ് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചു പോയിട്ട് കറക്റ്റ് അതന്നെ കിട്ടുകയും ചെയ്തിന്. അത്യാവശ്യം റേറ്റ് ഉണ്ടായിന് ഇതിന്. നല്ല തുണിയല്ലേ, പക്ഷെ നല്ല സാരിയാണ്. നല്ല സാരി, നല്ല തുണി, വൃത്തി ഒതുങ്ങി നിൽക്കുകയും ചെയ്യും. നല്ല തുണിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ ഈ റീൽസ് എടുത്തു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ ചായയെല്ലാം കുടിച്ച് അമ്മ റെഡിയായി. ഒരു റീൽസ് എടുത്തു കേട്ടോ അമ്മേൻ്റെ കൂടെ. ഞാൻ കാണിച്ചു തരാം. വേറെ തന്നെ ഇടാ. ഇനി നിച്ചൂട്ടിനെ റെഡിയാക്കിയിട്ട് അംഗനവാടിയിൽ വിടണം അല്ലേ കണ്ടേ? ആ നിച്ചൂട്ടിക്ക് ഒരു റീൽസ് എടുക്കാനുണ്ടോ അല്ലേ? ആ നിച്ചൂട്ടിക്ക് റീൽസും കൂടെ എടുത്തിട്ട്
പോവാം. വേഗം നിച്ചോന്ന് റെഡിയാക്കട്ടെ. ബ്യൂട്ടീഷ മുടി കെട്ടിക്കഴിഞ്ഞാ? ഓ അതിന്റെ കോലം നോക്ക്. വേദന എടുക്കാതെ നിൽക്കാം. ഒരു ഉമ്മ തരുമോ നമുക്ക്? പുഴു വേണ? ഒരു ഉമ്മ തരുമോ? ക്ലിപ്പ് കാണിച്ചു കൊടുത്ത തലയിലുള്ള പൂമ്പാറ്റയാണ്. ഇങ്ങനെ കാണിച്ചു കൊടുത്തേ. തല മണങ്ങിട്ട് കാണിച്ചു കൊടുക്ക്. ഇതാരെ മേടിച്ചതാ? വില്ലമ്മ എവിടുന്ന് കൊണ്ടുവന്നതാ? ഗോംബെന്നാ. വില്ലമ്മ ബോംബെന്ന് കൊണ്ടുവന്നല്ലേ? ഇഷ്ടായിനി പറ. വില്ലമ്മ വീഡിയോ കാണുന്നുണ്ടാവും. എനിക്ക് ഇഷ്ടായിനി പറ. സൂപ്പർ പറ. അങ്കൻവാടി പോകുമ്പോ ഇന്ന് ആ ക്ലിപ്പെല്ലാം കുത്തിയിട്ടാ പോന്നല്ലേ ചുട്ടി? അവിടെ കുത്തൊന്നും വേണ്ട തൽക്കാലം. സുന്ദരിക്കോ അതെ. പിന്നെ ബാഗ് എടുത്തിട്ട് വാ. ചെരുപ്പും ക്രോക്സും എടുത്തിട്ട് വാ. സമയായി പോവാലോ നമുക്ക്. ക്രോക്സ് എടുത്തിനാടാ? ഇല്ല കൊടുത്തു. അവിടെ ഉണ്ട്. അപ്പോ ആ സ്ലിപ്പർ അല്ലേ? ക്രോക്സും ബാഗും എടുത്തിട്ട് വാ. അപ്പൊ നിച്ചൂട്ടി പോയി. എനിക്കിനി 10:45 ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകേണ്ടത്. സമയമുണ്ട്. 10:20 ആയതേ ഉള്ളൂ. ഒരു അരമണിക്കൂറോളം സമയമുണ്ട് അത്രേ. സമയമാകുമ്പം രണ്ടാമതൊന്നുകൂടെ കുത്താൻ പോകണം. നമ്മളിവിടെ കുറച്ച് എന്തെല്ലോ സെറ്റപ്പെല്ലാം ആക്കിയിട്ടുണ്ടേ. വൈകുന്നേരം കാണിച്ചു തരാം ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാന്നുള്ളത്. 10:45 ഞാനും ഏട്ടനും കൂടി ഇറങ്ങി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് രാവിലെ നോക്കി. അപ്പോൾ അവിടെ നിന്ന് തന്നെ രണ്ടാമത് നോക്കാമെന്ന് വെച്ചു. ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ചീര ഇറക്കിയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ അതും കൂടെ ഏതായാലും വാങ്ങിക്കാമെന്ന് വെച്ചു. അവർ വന്നിട്ട് ഇറക്കുന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്, വെയിലൊന്നും കൊണ്ട് വാടാത്തെ. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. പഞ്ചായത്ത് പോയിട്ട് വന്നേ. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോർമലാണ് കേട്ടോ. വാല്യൂസ് എല്ലാം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കലുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, നോർമൽ ആണോ എന്നുള്ള കാര്യം. ഇപ്പൊ നോർമൽ ആണോ എന്ന് നോക്കിയത് വരെ. അപ്പൊ ഏതായാലും ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. ഏട്ടന് ചായ, എനിക്ക് ചായ വേണ്ട, കുറച്ച് പാല് കാച്ച. ഏട്ടന് ചായയും വെക്കണം. അപ്പൊ പഞ്ചായത്ത് പോയിട്ട് വരുമ്പോ കുറച്ചൊന്ന് സങ്കടമായിപ്പോയി. എന്ന് വെച്ചാൽ അവിടെ കുറേ കോളേജ് പിള്ളേരെ നിറച്ചുണ്ട്. അവിടെ പോളിടെക്നിക്ക്, നമ്മുടെ കല്യാശ്ശേരി പോളിടെക്നിക്കിലുള്ള പിള്ളേരെ കാണും. നമ്മൾ ചോദിച്ചാൽ എന്തോ പരിപാടിയാണെന്നാ വിചാരിച്ചേ. അപ്പോഴേക്ക് ആക്സിഡന്റ് ആയി പോലും. ബൈക്കും ബസ്സും കൂടെ ആക്സിഡന്റ് ആയിട്ട് ഒരു കുട്ടി മരിച്ചു എന്നാണ് പറഞ്ഞ ആ ഷോപ്പിലുള്ള ആള്. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സങ്കടമായിപ്പോ. ഇവിടെ ആംബുലൻസും പോലീസും കുറെ പിള്ളേരും എല്ലാം ആയിട്ട് പഞ്ചായത്ത് ഭയങ്കര തിരക്കിലുള്ള. അപ്പൊ അത് കണ്ടപ്പോ എന്തോ ഭയങ്കര സങ്കടമായിപ്പോയി. റോഡിൽ ഇറങ്ങാൻ ഇപ്പൊ സത്യമായിട്ട് പറഞ്ഞാൽ പേടിയാന്ന് കേട്ടോ. ഈ ബസ്സുകാർ ഓട്ടം കാണുമ്പോ ശരിക്കും എന്ത് സ്പീഡിലാ. ബാക്കി എല്ലാ വണ്ടിയും ഉണ്ട്, എന്നാലും ഈ ബസ്സുകാരെന്ന് പറയുമ്പോ അവരത്രയും ഹൈറ്റിലാണ്. അവർക്കൊന്നും പറ്റൂല എന്നുള്ളതിന്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്നറിയില്ല. ശരിക്കും ബസ്സെല്ലാം വരുന്ന കാണുമ്പോൾ നമുക്കിങ്ങനെ സഹതാപം തോന്നിപ്പോവും. അത്രയും ഒരു ജീവൻ അത്ര പോലും വില കൽപ്പിക്കുന്നില്ല അവരെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ നാട്ടിലെ ശക്തമായിട്ടുള്ള നിയമവും കാര്യവും ഒന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ 4 ദിവസം അത്ര ജീവനാ പോകുന്നല്ലേ. അല്ല ആലോചിക്കുമ്പോ കാണുമ്പോ ശരിക്കും പേടിയാണ്. ബസ് ഇങ്ങനെ വരുന്ന കാണുമ്പോഴേ വണ്ടിയിൽ ഇരിക്കുമ്പോ ഇപ്പൊ ഇങ്ങനെ ഉള്ളുന്ന് അയ്യോ കടകട ആവലാണ് അത് പാസ് ചെയ്ത് പോകുന്നവരെ. അപ്പൊ ചായക്കുള്ളതും പാലിനുള്ളതും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചായ കുടിക്കട്ടെ. വരുമ്പോ 2 പഴംപൊരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂട്ടിയിട്ട് ചായ. ഈ ചീരന്റെ വേര് ജസ്റ്റ് മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കേ. അമ്മ വന്നിട്ട് മുറിച്ചോളൂ. അമ്മയാകുമ്പോൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വേഗം മുറിക്കും. ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടേ മുറിക്കുക. അതുകൊണ്ട് ഈ വേര് കളഞ്ഞിട്ട് കഴുകി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുറിക്കാം. അപ്പൊ ഇപ്പൊ വൈകുന്നേരം ആയാലും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ചായയും കുടിച്ചിട്ട് നമ്മളെല്ലാരും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങും കേട്ടോ. ഞാനും ഏട്ടനും നീച്ചൂട്ടിയും മെയിൻ ആയിട്ട്. അപ്പൊ കുറച്ച് ഇങ്ങനെ പച്ചക്കറിയെല്ലാം നടാനുള്ള പരിപാടിയാണ്. വലിയ കാര്യമായിട്ട് അറിയൊന്നുമില്ല കേട്ടോ ട്രഡീഷണൽ ആയിട്ട്. എന്നാലും നമുക്ക് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടല്ലോ, അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് വഴുതിനെല്ലാം അവിടെ നട്ടിട്ടുണ്ട്. തൈയെല്ലാം അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതാ കുറച്ച് ഗ്രോ ബാഗിൽ ഏട്ടനും സജീവമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ ഇറക്കാൻ ഇതിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അവര്. ഇപ്പൊ ഏട്ടനും സജീവമായിട്ട് കൂടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ചീരന്റെ വിത്തുണ്ടേ കുറച്ച്, അന്ന് ചേച്ചിയും പ്രമോഷണം വന്നേരം കൊണ്ടുതന്നെയാണ്. അപ്പൊ അത് ഈ ഗ്രോ ബാഗിൽ ഒന്ന് വേറിയിട്ട് മുളച്ച ശേഷം നമുക്ക് പറിച്ചിട്ട് വേറെ അടുത്തേക്ക് നടാലാം. അങ്ങനെയാണ്.
പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ ഏട്ടൻ കുറച്ച് ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വന്നിട്ടുണ്ട്. അപ്പം അതിൽ നമുക്ക് ചീര വിത്തിട്ട് കൊടുക്കാം. കുറച്ച് വിത്ത് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് അറിയുന്നവര് പറയും ചിലപ്പോൾ ഇങ്ങനെയൊന്നല്ല ഇത് രണ്ട് എന്നെല്ലാം പറയുവേ. ചീര വിത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അടുത്തടുത്ത് മുളക്കൂലേ കുറെ, അപ്പൊ ദൂരം ദൂരം ഇങ്ങനെ വേറി കൊടുക്കണം എന്ന് പറയുന്ന കേക്കാം. ഒരു ട്രിപ്പ് ഇട്ട് നോക്കാം നമുക്ക്. ഇത് ചീര വിത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് മണ്ണും മേളെ വേറി കൊടുത്ത് കുറച്ച് വെള്ളമെല്ലാം നനച്ച് കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം മുള വരുമായിരിക്കും. അടുത്തടുത്തായിരിക്കും എന്തായാലും പൊരിച്ച് നടേണ്ടി വരും. അപ്പം നമുക്ക് സ്ഥലം നോക്കിയിട്ട് പൊരിച്ച് നടാം. പിന്നെ ഏട്ടൻ്റെ കുറച്ച് എന്താണ് വളപ്രയോഗങ്ങളെല്ലാം ഉണ്ട്. ഇത് കമ്പോസ്റ്റ് ജസ്റ്റ് കാണിച്ചു തരാം. പച്ചക്കറി വേസ്റ്റും അതിലിട്ടിട്ട് കമ്പോസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ എന്താ കരിയില കമ്പോസ്റ്റ് ഏട്ടൻ പറഞ്ഞു കൊടുക്കുന്ന കരിയില കമ്പോസ്റ്റ്. കരിയിലിട്ടിട്ട് കമ്പോസ്റ്റ് ആക്കാനുള്ള പരിപാടിയുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള വളമാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം വളപ്പരിപാടി. ഇനി വഴുതന ഇതിന് വേണ്ടിട്ടുള്ള വളാവൂല, അത് വളാവണമെങ്കിൽ ഒരു 3-4 മാസം എടുക്കും. പച്ചക്കറി ഇനി ഭാവിയിൽ എന്തെങ്കിലും നടുമ്പോൾ വളാക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. വഴുതന അടിയുണ്ട്. അത് നമുക്ക് ഇതിന്ന് കൃഷിഭവനിൽ കിട്ടിയതാണ് കേട്ടോ. അതിന്റെ തൈ ഇതിനിടക്ക് പോയിട്ട് മേടിച്ചോണ്ടെന്നാണ്. ഇത് കൃഷിഭവനിൽ കിട്ടിയ തൈയാണേ. ഇന്നാൾ ഇവിടുന്ന് കൊടുക്കുന്ന പറഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം പോയിട്ട് വാങ്ങിക്കൊണ്ടെന്നാണ്. അപ്പൊ ഇതാ ഒരു ട്രേയിൽ അങ്ങനെ ആക്കിയിട്ട് കിട്ടിയതാണ്. അത് ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് മണ്ണിൽ തന്നെ നട്ടേ. അത് അത്യാവശ്യം മോശമില്ലാണ്ട് ഒരു 2 ലീഫ് അധികം എല്ലാത്തിനും വന്നിട്ടുണ്ട്. കുറച്ച് നാളായി നട്ടിട്ട്. പിന്നെ ഉണ്ടല്ലോ ഇതിനുണ്ടോ ഇങ്ങനെ ഓട്ട വരുന്നു. പ്രാണി കുത്തിയിട്ട് ഇങ്ങനെ ഓട്ട. പുഴുവാണോ പ്രാണിയാണോ എന്ന് അറിയില്ല. ഇതാ ഇതിനെല്ലാം കണ്ടോ ഒരു ഓട്ട. പിന്നെ ചിലതിന് ഇതാ ഇങ്ങനത്തെ എന്തോ ഇരിഞ്ഞ ഒരു പാടും. ഇതിനെന്നാ ചെയ്യേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എന്നാണ് എന്തെങ്കിലും തെളിച്ചു കൊടുക്കുമോ എന്തെങ്കിലും വേണ്ടി വരില്ല ചിലപ്പം. അപ്പം അതെന്തെങ്കിലും അറിയാമെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇലയെല്ലാം ഇങ്ങനെ ഓട്ടയാക്കുന്നു. ചിലതിനെല്ലാം ഇതെങ്ങനെ ഡിസൈൻ പോലെ അതാ പുഴു പോലെ ഇരിഞ്ഞതിൻ്റെ പാടുണ്ട്. അതാണ് വഴുതന. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളകിൻ്റെ തൈയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് അത്ര എല്ലാം അങ്ങനെ സക്സസ് ആയിട്ടില്ല. ഇത് വേണ്ട ഇതാ ഫസ്റ്റുള്ള 1-2 തൈയെല്ലാം നല്ലതുണ്ട്. ബാക്കിയെല്ലാം കുറച്ചൊന്ന് ഒടിഞ്ഞു പോയിനി. ഇതിലും 2 വഴുതനയുണ്ട്. ബാക്കിയെല്ലാം പച്ചമുളകിൻ്റെ തൈയാണ്. അതും ഗ്രോ ബാഗിലാക്കിയിട്ടാണ് നട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്രോ ബാഗ്. അത്രയും ആയിട്ട് 1 ആഴ്ച ആവുന്നതേ ഉള്ളൂ നട്ടിച്ച്. അതുകൊണ്ട് ഒന്നും പറയാനായിട്ടില്ല. ഇത് അപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് 2-3 ദിവസം ആയേ പിന്നെ വെയിലത്തേക്ക് കൊണ്ടുവച്ചതാണ്. നോക്കാം, ആവുന്നതാവട്ടെ. വൈകുന്നേരം ഇപ്പം ഇതൊരു ചടങ്ങാണേ. ഫുള്ള് വെള്ളം ഒഴിക്കൽ. അപ്പുറത്തുനിന്നുള്ള പൈപ്പ് ഇത്രയും വരെ എത്തും. അപ്പം ഇവിടം വരെ ഒഴിക്കും. പിന്നെ അപ്പുറത്തുനിന്ന് പൈപ്പ് എടുത്തിട്ട് ഇവിടം വരെ. അതെല്ലാത്തിനും ഇടയ്ക്ക് ഓരോ പപ്പായയും നമ്മളെ സപ്പോർട്ടയും പിന്നെ എന്താണ് കറിവേപ്പിലയും എല്ലാം ഉണ്ടല്ലോ. അപ്പം അതിനെല്ലാം കുറച്ച് വെള്ളം നനച്ച് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മെയിൻ വൈകുന്നേരത്തെ പരിപാടികളെല്ലാം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നും കുറച്ച് ഗാർഡൻ സെറ്റപ്പും അതൊക്കെ ആക്കാനുണ്ട് അത്രേ. അതിലേക്കെല്ലാം കുറച്ച് ഇപ്പോൾ ഇൻട്രസ്റ്റ് തോന്നുന്നുകൊണ്ട് അതിലേക്ക് ഇറങ്ങിയിട്ടാന്നുള്ളത്. നമുക്ക് മനസ്സിനൊരു സന്തോഷമില്ല അതെല്ലാം വളരുന്ന കാണുമ്പോഴൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.